ഹലോ ഹൈ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മൂവി സലാർ എന്ന് പറയുന്ന മൂവിയാണ്. ഇതിനെപ്പറ്റി വളരെ ഹാസ്യവൽക്കരിച്ച് അല്ലെങ്കിൽ ഒരു കോമഡി രൂപത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചേരുവകൾ ചേരാത്ത ഒരു സലാഡ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തൈരും ഉള്ളിയും തക്കാളിയൊക്കെ മേടിച്ച് വീട്ടിലിരുന്ന് ഒരു സലാഡ് ഉണ്ടാക്കി കഴിക്കുന്നതിൻ്റെ സുഖം പോലും ഈ 3 മണിക്കൂർ തിയേറ്ററിലിരുന്നാൽ നമുക്ക് കിട്ടൂല എന്നുള്ളതാണ് വാസ്തവം. അപ്പം നമുക്ക് ഇനി മൂവിയുടെ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് പോവാം. അപ്പം ഈ മൂവിയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് 3 ഗോത്രവർഗ്ഗക്കാർ ഉൾപ്പെടുന്ന ഒരു ദേശം, അതായത് അവർ ജീവിക്കുന്ന ഒരു ദേശം. ആ ദേശത്തിൻ്റെ പേര് ഖാൻസാർ എന്നാണ്. അപ്പോൾ ഈ ദേശം പണ്ട് നമ്മുടെ ഇന്ത്യയിലായിരുന്നു, പക്ഷേ ഇവർ ലോകത്തിൽ തന്നെ അതിശക്തന്മാരാണ്. അതിനുള്ളൊരു ഉദാഹരണമായിട്ട് സിനിമയിൽ പറയുന്ന കാര്യം, പണ്ട് ബ്രിട്ടീഷുകാർ ഇന്ത്യ പിടിച്ചടക്കിയ സമയത്ത് ഈ ഖാൻസാർ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്തി. ആ ശ്രമത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു പോയെന്ന് മാത്രമല്ല, വന്നവരെ മൊത്തം ആൾക്കാരെയും ഈ ഗോത്രവർഗ്ഗക്കാർ കൊന്നുകളഞ്ഞു. അപ്പോൾ അത്രമാത്രം ശക്തരാണത്. ഇവിടെ ശക്തിയാണ്. ശക്തി കൊണ്ട് ബാക്കിയുള്ളവരെ ഭയപ്പെടുത്തുക എന്നുള്ള രീതിയാണ് ഇവരുടെ ഒരു മെത്തഡ്. പിന്നെ ഭയങ്കര വയലൻസാണ് അവർ. അപ്പം ആ ഒരു ദേശം, ഈ 3 ഗോത്രങ്ങൾ ഉൾപ്പെടുന്ന ദേശമാവുമ്പോൾ അവിടെ ഒരു സിംഹാസനം കാണും. ഈ 3 ഗോത്രങ്ങളിൽ നിന്നും അതിലേക്കൊരു മത്സരം കാണും. അപ്പോൾ എന്തുണ്ടാവും? അവിടെ വയലൻസ് ഉണ്ടാവും, യുദ്ധമുണ്ടാവും. അതൊക്കെയാണ് ഈ സിനിമയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനിടയിൽ വെച്ച് വേറെ കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഞാൻ തിരക്കഥയിൽ പറയാം. നമുക്ക് സിനിമയുടെ തിരക്കഥയിലേക്ക് പോകാം. തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഗോത്രത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ തന്നെ ഇതിനകത്തുനിന്ന് ഒരു ഗോത്രവർഗ്ഗക്കാരെ ഇവർ കൊന്നുകളയാണ് അല്ലേ. പിന്നെ അതിനുശേഷം 2 ഗോത്രവർഗ്ഗക്കാരാണ്. അങ്ങനെ കഥ ഇങ്ങനെ പരന്ന് വ്യാപിച്ച് കിടക്കുകയാണത്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തുടങ്ങി 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് പേഴ്സണലി മനസ്സിലാവും ഈ സിനിമയുടെ സ്റ്റാൻഡേർഡ് എത്രമാത്രമുണ്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ പോയി സിനിമ കാണുക അല്ലേ. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 3 മണിക്കൂർ കൊണ്ട് വളരെ 1 മിനിറ്റ് പോലും ഈ സിനിമ നമ്മളെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടില്ല. എന്നെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ടില്ല ഒരു ശകലം പോലും. മിനിയോ? കാരണം നമ്മൾ തിയേറ്ററിലിരുന്ന് ബോറടിക്കുന്നു എന്ന് പറയുന്നത്, സിനിമാ പ്രേമി അല്ലെ സിനിമാ പ്രേക്ഷകൻ തിയേറ്ററിലിരുന്ന് ബോറടിപ്പിക്കുന്നു എന്ന് പറയുന്നത് ആ സിനിമ നമ്മളെ ടച്ച് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം, ഇല്ലേ? ഒരു രീതിയിലും ഒരു ഫൈറ്റ് സീനുകളോ ഒന്നും ഇതിനകത്ത് ടച്ച് ചെയ്തില്ല. കാരണം ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതൊരു ഗോത്രവർഗ്ഗത്തിൻ്റെ കഥയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് ഇത് ഏത് രീതിയിലായിരിക്കും മേക്ക് ചെയ്തത്. കാരണം എല്ലാവരും സിനിമയെപ്പറ്റി നല്ല ഇമാജിനേഷനുള്ള ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഇത് മേക്ക് ചെയ്ത് പോയിരിക്കുന്നത്. ഇവർ വേറൊരു തലത്തിലാണിത് മേക്ക് ചെയ്തിരിക്കുന്നത് അല്ലേ. കുറേ വയലൻസിനും കാര്യങ്ങൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത് മേക്ക് ചെയ്ത് പോയ സമയത്ത് ഇതിനകത്ത് ബേസിക്കലി ഉപയോഗിച്ചിരിക്കുന്ന സംഭാഷണങ്ങളുണ്ടല്ലോ, എഴുതി വെച്ചിരിക്കുന്ന സംഭാഷണം ഒരു ഡ്രാമാറ്റിക് രീതിയിലാണ് പിന്തുടർന്ന് പോയിരിക്കുന്നത് കംപ്ലീറ്റ്. പക്ഷേ ഇതിനിടയ്ക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭാഷണങ്ങളും കയറി വരുന്നു. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. അതായത് ആ സംഭാഷണം, ആ എഴുതി വെച്ചിരിക്കുന്ന തിരക്കഥയുടെ അതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന സംഭാഷണങ്ങളുടെ കണ്ടിന്യൂവേഷൻ പോലും ഇവർക്ക് കാത്തു സൂക്ഷിക്കുവാൻ സാധിച്ചില്ല അല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള രംഗങ്ങൾക്കിടയിൽ പോലും കോമഡി പരമായിട്ടുള്ള സോറി എന്നുള്ള വാക്കുകളൊക്കെ കൊണ്ട് ചേർത്തിട്ട് അസ്ഥാനത്ത് ചില വാക്കുകൾ ഉപയോഗിക്കുക എന്ന് പറയത്തില്ല. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. നമ്മുടെ ഒരു ലാലേട്ടൻ്റെ പടത്തിനകത്ത് ലാലേട്ടൻ വളരെ ഗൗരവമായിട്ട് ഒടിയനകത്ത് ഇങ്ങനെ ഒരു ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവസാനം മഞ്ജു വാര്യർ വന്നിട്ട് പറയത്തില്ലേ, എന്നാ വെച്ച് കഞ്ഞി എടുക്കട്ടെ എന്ന്. അതേ ഒരു ഫീലാണ് പല പോർഷനിലും ഈ സിനിമയിൽ നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഹാഫ്, അതായത് ഫസ്റ്റ് ഇൻ്റർവെല്ല് വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ കോമഡി ആയിട്ട് തന്നെയാണ് സിനിമ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നു എൻഗേജ്ഡ് ആയി തുടങ്ങി അല്ലേ. അങ്ങനെ കൊണ്ടുവന്ന് സിനിമ അവസാനിപ്പിച്ചിരിക്കുകയാണ്. എന്താ കൂടുതലായിട്ട് പറയാനുള്ളത്? എനിക്ക് മൊത്തത്തിൽ ബോറടിയായിരുന്നു. കാരണം എസ്പെഷ്യലി മലയാളത്തിലാണ് നമ്മൾ കണ്ടത്. അതിന്റെ ഡബിങ് വന്നിട്ട് അതൊരു കാര്യം എടുത്തു പറയണം. അതായത് എന്താണ് ഭയങ്കര ബോറായിരുന്നു, അരോചകമായിരുന്നു. അതായത് ചെറിയ കുട്ടികൾക്ക് വരെ കൊടുത്തിരിക്കുന്ന സൗണ്ട് മിസ്മാച്ചിങ് പോലെ തോന്നി. അതെ, ഇതിനകത്ത് കുറേയധികം എലമെൻറ്റ്സ് കൊണ്ടുതന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. കുറേയധികം കഥാപാത്രങ്ങൾ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-500 കഥാപാത്രങ്ങൾ വന്ന് കയറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കണ്ടന്റിനായിട്ടുള്ള മെയിൻ ഹീറോയുടെ ഇമ്പോർട്ടൻസ് പലപ്പോഴും കുറഞ്ഞുപോയി അല്ലേ. ഈ കഥാപാത്രങ്ങളെ കൊണ്ട്, അതായത് ഈ ചുറ്റുമുള്ള കഥാപാത്രങ്ങളെ കൊണ്ട് ഈ ഹീറോ ഭയങ്കര ബലവാനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ബൂസ്റ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. അതേ സമയത്തോ നമ്മുടെ ഹീറോയാണെങ്കിൽ നിർവികാരനായിട്ട്
ഇങ്ങനെ നിൽക്കുകയാണ്. അതാണ് അത് കാസ്റ്റിങ്ങിനകത്ത് ഞാൻ നല്ല രീതിയിൽ പറയാം. എന്ന് പറഞ്ഞാൽ എല്ലാവരും ആരവം മൊത്തം അവൻ സൂപ്പറാണെന്ന് പറയുന്ന സമയത്ത് ഹീറോ ഇങ്ങനെ നിർവികാരനായിട്ട് നിൽക്കുകയാണ്. ഇതാണ് ഈ സിനിമയിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇല്ലേ? അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യമുണ്ട്, ഡബ്ബിങ്. മിനി പറഞ്ഞതുപോലെയാണ് ഡബ്ബിങ്. അയ്യോ, ഞാനൊരു കാര്യം പറയുകയാണ്, ഈ സിനിമ കാണാൻ പോകുന്നൊരു ഒരിക്കലും മലയാളം സിനിമ, ഞങ്ങൾ മലയാളമാണ് കണ്ടത്, മലയാളം തിരഞ്ഞെടുക്കും. ഇതൊരു തെലുങ്ക് മൂവിയാണ്. എനിക്ക് തോന്നുന്നു തെലുങ്ക് തന്നെ കാണുന്നതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത്. കാരണം പണ്ടൊക്കെ കൈരളി സിനിമയ്ക്കകത്ത് വരത്തില്ലേ, കൈരളി ചാനലിൽ വരുന്ന രീതിയിലുള്ള ഡബ്ബിങ് ആണ്. പാട്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ അയ്യോ, സത്യം പറഞ്ഞാൽ കുട്ടികളുടെ ആദ്യത്തെ കുറച്ച് കുട്ടികൾ പാടുന്ന ഒരു പാട്ടുണ്ട് ഇല്ലയോ, അതൊക്കെ എന്തൊരു പരാജയമാണെന്നറിയാമോ. അതായത് ഡബ്ബിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് മൊത്തം കയ്യിൽ നിന്ന് പോയി. ആദ്യം തുടക്കം തന്നെ കുട്ടികളുടെ സീൻ, 6 വയസ്സോ 12 വയസ്സുള്ള ഇവരുടെ കുഞ്ഞു പ്രായം കളിക്കുന്നത്. അവിടെയും ഡബ്ബിങ്ങിൻ്റെ സൗണ്ടിൻ്റെ വേരിയേഷൻ എന്ന് പറഞ്ഞാൽ 40 വയസ്സിൻ്റെ സൗണ്ടിൻ്റെ വേരിയേഷനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം തൊട്ടേ കുറേ അലമുറയിട്ട് കരയുന്ന കുറേ ചേച്ചിമാരെ കാണാം ഈ സിനിമയിൽ. അല്ല, കുറേ രാജ്ഞിമാരോ ഈ ഗോത്രവർഗത്തിലുള്ള പെണ്ണുങ്ങൾ. ഇതിനകത്തൊരു പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ദേഷ്യമാണ്. ഇവർ ഡ്രാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരച്ചീല നാടകമെന്നാണ് എനിക്കിതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ. അതിനേക്കാൾ ഓവറായിട്ടുള്ള ആക്ടിങ്ങാണ് കംപ്ലീറ്റ് അല്ലേ. എല്ലാ കഥാപാത്രങ്ങളും അതേ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ചെങ്കിലും ഭേദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജ് മാത്രമേ ഉള്ളൂ, സത്യം പറയാമല്ലോ. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലേക്ക് പോകാം. എന്താ പറയുക, ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഈ സിനിമയെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പടം മേക്ക് ചെയ്തിട്ടില്ല. അതാണ് പ്രശ്നം, സത്യമല്ലേ. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഞാൻ ഒരിക്കൽ പോലും ഇപ്പം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചില സീനുകൾ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു എന്ന മ്യൂസിക്കായി ചെയ്തു വെച്ചിരിക്കുന്നത് അല്ലേ. പക്ഷേ അങ്ങനെ ഒരു പ്രാവശ്യം പോലും തോന്നിയിട്ടുമില്ല. വളരെ പുതുമ അവകാശപ്പെടാനകത്തല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണ് ഇതിനകത്ത് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ സിനിമാറ്റോഗ്രാഫിയൊക്കെ പറഞ്ഞാൽ പിന്നെ VFX കുറേയധികം വന്നിട്ടുണ്ട്. അതിനകത്തും എനിക്ക് പറയാനുള്ളത് ഈ ഗോത്രവർഗത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അവരുടെ ആ വോട്ടിംഗ് ഒക്കെ നടക്കുന്ന പ്രദേശം ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നുണ്ടല്ലേ. ഏതോ ഒരു ക്യാബിനറ്റിൻ്റെ ഇല്ലേ പശ്ചാത്തലം പോലെയാണ് അത് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതൊരു ഗോത്രവർഗമാണെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റത്തെ ഫൈറ്റൊക്കെ വരുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള സേനകളൊക്കെ വരുന്നത് എനിക്കൊന്ന് എവിടെ നിന്നൊക്കെ അമേരിക്കയിൽ നിന്നൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അഫ്ഗാനിസ്ഥാന്, ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ, ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഇവരെല്ലാം വന്ന് നിൽക്കുന്നതാണ് ഇന്ന് ഫൈറ്റ് ചെയ്യുന്നത്. നീ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് നമ്മുടെ നടൻ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഈ ഇതിനകത്തുള്ള ഹീറോ ഒരു അതിശക്തിമാനാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ ഹീറോ കുറച്ച് കഴിയുമ്പോൾ പ്രതികരിക്കും കേട്ടോ. അത് പ്രതികരിച്ചിട്ട് ഹീറോ ഒറ്റയ്ക്ക് പോയി മലമുകളിൽ ഇങ്ങനെ നിൽക്കുക, ബാക്ക് ഷോട്ട് കാണിക്കുക അല്ലേ. ഇതൊക്കെയാണ് ഹീറോയുടെ ചില ഇതിനകത്തുള്ള ലീലാവിലാസങ്ങൾ. അതായത് ബോറ് തന്നെയാണ് സുഹൃത്തുക്കൾ. അതാണ് പേഴ്സണലി പറയണത്. അപ്പോൾ ഇനി ഇതിൻ്റെ കാസ്റ്റിങ്ങിലേക്ക് വരാം. എൻ്റെ പൊന്നെ, ഒരു 500 പേരെങ്ങാണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട്. പിന്നെന്താ പറയുക, സീനിയർ ആർട്ടിസ്റ്റുകളെ പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജും വന്നിട്ടുണ്ട്, പിന്നെ പ്രഭാസും വന്നിട്ടുണ്ടല്ലേ. ഈ സിനിമയിൽ കുറച്ചെങ്കിലും എനിക്ക് നല്ലതായിട്ട് തോന്നിയത് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പൃഥ്വിരാജ് ഏട്ടൻ തന്നെയാണ്. അല്ലാതെ പ്രഭാസ് എന്ന് പറയുന്നവൻ ഇതിനകത്ത് നിർവികാരനായിട്ടാണ് കംപ്ലീറ്റും ചെയ്തിരിക്കുന്നത്. അയാളെ കൊണ്ട് പറ്റൂല ഇത് അല്ലേ. ദേഷ്യം വരുമ്പോൾ മുഖത്തൊരു ഭാവം വരണ്ടേ. ഇതിനകത്ത് ഈ സിനിമയിൽ ഉടനീളം ഒറ്റ ഭാവമാണ് പുള്ളി. എനിക്ക് തോന്നുന്നു കടം എന്തൊക്കെ കയറിയിട്ട് കഴിഞ്ഞ സിനിമയുടെ എന്തോ ബാധ്യത വന്ന കടം കയറി വലിയ ടെൻഷനിലും കണ്ട് അങ്ങനെ നിൽക്കുന്നത്. അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞു. സത്യം നിങ്ങൾ സിനിമ കാണാൻ മനസ്സിലാവും. അതായത് പുള്ളിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. പൃഥ്വിരാജ് കുറച്ച് നേരം കണ്ണടച്ച് നിൽക്കുന്നുണ്ട്. പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറും എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലേ. അവസാനത്തെ ഫൈറ്റ് പൃഥ്വിരാജ് ചെയ്തിരിക്കുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പൃഥ്വിരാജ് ചെയ്തിരിക്കുന്ന വേഷം അടിപൊളി. എന്നിട്ട് ഈ ഡ്രാമാറ്റിക് രീതിയിൽ കൊണ്ടുവന്നിരിക്കുന്നതിനകത്ത് ലാസ്റ്റ് ഫൈറ്റ് കഴിയുമ്പോൾ എനിക്കാണ് കൂടുതൽ വിസിലടി കിട്ടിയത്, നിനക്കാണ് കയ്യടി കിട്ടിയത്. നീ അത് കണ്ടോ ഡയലോഗ് എഴുതി വെച്ചിരിക്കുന്നത്? എന്ത് ബോറാണ് മിനി അതൊക്കെ. ഇതൊക്കെ ഈ സിനിമയായിട്ട്, അതായത് ഗോത്രവർഗ്ഗങ്ങളുടെയൊക്കെ കഥയെടുത്തിട്ട് അല്ലെങ്കിൽ ഗോത്രവർഗ്ഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ഇതിനൊക്കെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് ഇതിനകത്ത് ഇതേണക്കുള്ള ഡയലോഗുകളൊക്കെ കുത്തിത്തരുമ്പോൾ എന്ത് ബോറാണെന്നറിയാം. അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഈ സിനിമയിൽ എനിക്ക് കൂടുതലായിട്ട് ഒന്നും തന്നെ പറയാനില്ല. 3 മണിക്കൂർ ഒരു തിയേറ്ററിനകത്ത് വിളിച്ചിരുത്തി മനുഷ്യനെ അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയായിപ്പോയി അല്ലേ.
ഇത് ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഭയങ്കര ബോറായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിലുള്ള എല്ലാവരും ബോറടിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ബോധ്യപ്പെടും. അതേ രീതിയിലുള്ള കൂവലും കാര്യങ്ങളും ഒക്കെ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് ഒരു പയ്യൻ പറഞ്ഞു എല്ലാവർക്കും യാഷാവാൻ പറ്റൂലല്ലോ. സത്യം പറയാം കേട്ടോ. ഈ സിനിമ പ്രവാസം എന്ന് പറയുന്നതിനെ കൊണ്ട് ഇതൊന്നും പറ്റൂല. അത് ഏറ്റവും വേറെ ലെവലാണ്. ഏതാ KGF പയ്യൻ, അവൻ അടിപൊളിയാണ്. പക്ഷേ പക്ഷേ പൃഥ്വിരാജ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾക്ക് സിനിമ കാണണമെങ്കിൽ പോയി കാണുക. ഞാനിത് സിനിമയിൽ ഒരു കണ്ടൻറ്റുകളോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങളോ നിങ്ങളുടെയൊക്കെ പറഞ്ഞിട്ടില്ല. ഇത് റിവ്യൂ ആയിട്ട് കൂട്ടണ്ട, ഞങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയനായിട്ട് മാത്രം കൂട്ടിയാൽ മതി, ഇല്ലേ?